തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോയിലേക്കുള്ള വിമാന സർവീസ് വൈകുന്നു. രാവിലെ 10:20 പുറപ്പെടേണ്ട സർവീസാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് വൈകുന്നത്. യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, ഇത് ഏത് എയർവേസ് ആണ്? എന്താണ് ഈ സാങ്കേതിക തകരാർ? ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊളംബോയിലേക്കുള്ള വിമാന സർവീസാണ് വൈകിയത്. മണിക്കൂറുകളായിരിക്കുന്നു. രാവിലെ 10:20 പുറപ്പെടേണ്ടതാണ് വിമാനം. സാങ്കേതിക തകരാറ് ആണ് കാരണം എന്നാണ് ലഭിക്കുന്ന വിവരം. യാത്രക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. ആ യാത്രക്കാരുടെ ദൃശ്യങ്ങളുണ്ട്. വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തുടർച്ചയായി വിമാന സർവീസുകൾ പലപ്പോഴും ഇൻഡിഗോ വിമാനത്തിൻ്റെ പ്രശ്നങ്ങളിൽ തന്നെ കുറേ കാലങ്ങളായി വിമാനയാത്രക്കാർ, ഡൊമസ്റ്റിക് എയർവേസ് ആണെങ്കിൽ പോലും വിമാനയാത്രക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലാകുന്നത് നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ച പോലെയാകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോയിലേക്ക് പോകേണ്ട വിമാന സർവീസാണ് ഇപ്പോൾ വൈകിട്ടുള്ളത്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് ഈ സാങ്കേതിക തകരാർ? എന്താണ് വിമാന കമ്പനി നൽകുന്ന വിശദീകരണം? ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സാങ്കേതിക തകരാറാണെന്നാണ് ശ്രീലങ്കൻ എയർലൈൻസുകാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പരിഹരിക്കാൻ എത്ര സമയമെടുക്കുമെന്നോ ഇന്ന് തന്നെ സർവീസ് പുനരാരംഭിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി എയർലൈൻസുകാർ പറയുന്നില്ല. 174 യാത്രക്കാർ ഈ വിമാനത്തിൽ ഇന്ന് കൊളംബോയിൽ എത്താനുള്ളവരാണ്. അതിൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് കൊളംബോയിലുള്ള ഈ ടൂറിസ്റ്റുകളായുള്ളത്. ബാക്കി എല്ലാവരും കണക്റ്റഡ് ഫ്ലൈറ്റിൽ വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ളവരാണ്. കൂടുതൽ പേരും UK-യിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകാനുള്ളവരാണ്. അവരുടെ കണക്റ്റഡ് ഫ്ലൈറ്റ് ഇന്ന് രാത്രിയോടുകൂടി പുറപ്പെടുന്ന ഖത്തറിലേക്കും ദോഹയിലേക്കും അടക്കം പുറപ്പെടുന്ന വിമാനങ്ങളുണ്ട്. നാളെ UK-യിലേക്ക് പുറപ്പെടുന്ന വിമാനമുണ്ട്. ഇവയിലെല്ലാം കണക്റ്റഡ് ആയിട്ട് ശ്രീലങ്കയിലെത്തി, അവിടെ നിന്ന് കൊളംബോയിലെത്തി, അവിടെ നിന്ന് വിമാനത്തിൽ UK-യിലേക്കും മറ്റും പോകാൻ വേണ്ടി തയ്യാറായ യാത്രക്കാരാണ് ഈ 174 പേരിൽ ഭൂരിഭാഗവും. എന്തായാലും അവർ കടുത്ത പ്രതിസന്ധിയിലാണ്. കൃത്യമായ മറുപടി ഇപ്പോഴും എയർലൈൻസുകാർ പറയുന്നില്ല. അവർ പറയുന്നത് ഇപ്പോഴും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒരു സാങ്കേതിക തകരാറാണ്. തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. 10:30 ഈ വിമാനം പുറപ്പെടേണ്ടത്. ഇന്ന് രാവിലെ 9:00 തന്നെ ഇവരെല്ലാം ചെക്ക് ഇൻ ചെയ്ത് വിമാനത്തിനകത്ത് കയറ്റി. അതിനുശേഷം 10:30 വിമാനം പുറപ്പെടേണ്ടതാണെങ്കിലും പുറപ്പെട്ടില്ല. അതിനുശേഷം 1 മണി വരെ ഇവരെ വിമാനത്തിൽ തന്നെ ഇരുത്തി. അതിനുശേഷം തകരാറുകൾ പരിഹരിച്ച് വിമാനം അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.